യബ്ബസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. എന്നാൽ അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് യബ്ബസ് എന്ന് പേരിട്ടു. പ്രിയ ദൈവപൈതലേ, നിങ്ങളുടെ ജനനത്തിങ്കൽ ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ടാകാം. ഞാൻ നിന്നെ വേദനയോടെ വിഷമിച്ചാണ് പ്രസവിച്ചത്, നീ കാരണം ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ നിങ്ങളുടെ മാതാവ് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ ആ പേര് എന്നും നിലനിൽക്കത്തില്ല. നിങ്ങളുടെ സഹോദരങ്ങളുടെ നടുവിൽ നിങ്ങളെ മാന്യതയോടെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. കർത്താവിനോട് ഇങ്ങനെ അപേക്ഷിച്ചു, അനർത്ഥം വ്യസനകരണമായി തീരാതെ വണ്ണം എന്നെ കാത്തുകൊള്ളണം, എൻ്റെ അതിരുകളെ വിശാലമാക്കണം. ഈ കാര്യമാണ് യബ്ബസ് കർത്താവിനോട് അപേക്ഷിച്ചത്. ഇന്ന് നിങ്ങൾ ഞെരുക്കത്തിലൂടാണോ കടന്നു പോകുന്നത്? പ്രയാസങ്ങളിലൂടാണോ? നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കി നിങ്ങളെ അനർത്ഥത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ, അനർത്ഥം വ്യസനകരണമായി തീരാതെ നിങ്ങളെ കാത്തു പരിപാലിപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. 4-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദാവീദ് വിളിച്ചു പറയുന്നു, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന്. നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ദൈവം പ്രവർത്തിപ്പാൻ മതിയായവനാണ്. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കും. നിങ്ങൾ ഏത് ഞെരുക്കത്തിലാണോ പ്രയാസത്തിലാണോ ഇരിക്കുന്നത്, അതിനകത്തുനിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. എന്നും വിഷമിച്ചിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സഹോദരന്മാരെക്കാൾ എല്ലാവരേക്കാൾ നിങ്ങളെ മാന്യതയോടെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്.